2025 നിങ്ങൾ ഏത് ഐഫോൺ എടുക്കണം? 2025 മേടിക്കാൻ വരുന്ന ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഐഫോൺ അത് ഐഫോൺ 13 ആണ്. A15 ചിപ്സെറ്റ് ഇപ്പോഴും വർത്തിയാണ്. അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ്, വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു നല്ല ഐഫോൺ എടുക്കാൻ പ്ലാനുന്നവർക്ക് വേണ്ടി ഈ ഒരു ഐഫോൺ 13 നല്ല ചോയ്സ് ആണ്. പക്ഷേ ഐഫോൺ 13 കണ്ടുവരുന്ന ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ഐഫോണുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരുന്നുണ്ട്, ഗ്രീൻ സ്ക്രീൻ വരുന്നുണ്ട്, വൈറ്റ് സ്ക്രീൻ വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഐഫോൺ 13 ഇപ്പോഴും ഒരുപാട് വർഷമായിട്ട് ഒരു ഗ്രീൻ ലൈനും കൂടാതെ അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ അറിയാം. സോ ഡിഫക്റ്റീവ് പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ വരാം. സോ കുറച്ചുകൂടി ഒരു സേഫർ ചോയ്സ് ഐഫോൺ 14 ആയിരിക്കും. ബട്ട് ഐഫോൺ 13 അത്രയും ഒരു പ്രൈസ് കുറവിന് ഐഫോൺ 14 കിട്ടില്ല. ആൻഡ് ഐഫോൺ 13 ആൻഡ് 14 തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. സോ റിസ്ക് എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ 13 എടുക്കാം. കുറച്ചുകൂടി സേഫർ സൈഡും കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഐഫോൺ 14 എടുക്കാം. നിങ്ങളൊരു പവർ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് വാല്യൂ തരാൻ പറ്റുന്ന ഐഫോൺ അത് ഐഫോൺ 14 പ്രോ ആയിരിക്കും. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള A16 ചിപ്സെറ്റ്, ഫ്രണ്ടിൽ ഡൈനാമിക് ഐലൻഡ് കിട്ടുന്നുണ്ട്, 3 ക്യാമറാസ് ഉണ്ട്, S3X ടെലിഫോട്ടോ ക്യാമറയും ഉണ്ട്. സോ നിങ്ങൾക്കൊരു പ്രോ ഐഫോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ക്രിയേറ്റർ ആണ്, നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുന്ന, അത്യാവശ്യം ബാറ്ററി നിൽക്കാൻ പറ്റുന്ന, 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉള്ള, ഡൈനാമിക് ഐലൻഡ് ഒക്കെ ഉള്ള, കണ്ടു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഐഫോൺ ആയിട്ട് തോന്നിക്കുന്ന എന്നാൽ നല്ല വാല്യൂ തരുന്ന ഒരു ഐഫോൺ നോക്കുവാണെങ്കിൽ ഐഫോൺ 14 പ്രോ നല്ല ചോയ്സ്. എന്നാൽ ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് ഞാൻ ഐഫോൺ മാറ്റാനേ പോകുന്നില്ല. അപ്പോൾ എനിക്കൊരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഐഫോണാണ് ഐഫോൺ 15 പ്രോ മാക്സ്. ടൈറ്റാനിയം ഫ്രെയിം കിട്ടുന്നുണ്ട്, ആപ്പിളിന്റെ A17 പ്രോ ചിപ്സെറ്റ്, ഏറ്റവും നല്ല ക്യാമറ പെർഫോമൻസ്, USB 3.0 USB-C, കിടിലം ബാറ്ററി ബാക്കപ്പ് ആൻഡ് ആപ്പിൾ ഇന്റലിജൻസിന് സപ്പോർട്ടും ഉണ്ട്. സോ അടുത്ത 5 കൊല്ലത്തേക്ക് വറി ഫ്രീ ആയിട്ടൊരു ഫ്യൂച്ചർ പ്രൂഫ് ഐഫോൺ നോക്കുന്നുണ്ടോ? ഐഫോൺ 15 പ്രോ മാക്സ് ബെസ്റ്റ് ചോയ്സ്. എന്നാൽ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും നല്ല വാല്യൂ തരുന്ന ഒരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് ഐഫോൺ 15 ആൻഡ് ഐഫോൺ 15 പ്ലസ്. കോമ്പാക്ട് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ ഡൈനാമിക് ഐലൻഡ്, A16 ചിപ്സെറ്റ്, നല്ല ക്യാമറ, നല്ല ബാറ്ററി ലൈഫ് എല്ലാം തരുന്ന ഒരു ഫോണാണ് ഐഫോൺ 15. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ പോലെ തന്നെ ഇരിക്കണം, അതേപോലെ പെർഫോം ചെയ്യണം, നല്ല ക്യാമറാസും വേണം, എന്നാൽ വലിയ സ്ക്രീനും അത്യാവശ്യം കിടലൻ ബാറ്ററി ലൈഫാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഐഫോൺ 15 പ്ലസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഐഫോൺ ഇതായിരിക്കും. നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്തിരിക്കേണ്ട, എത്ര വില കുറച്ച് തരാം എന്ന് പറഞ്ഞാലും വാങ്ങിക്കാതിരിക്കേണ്ട ഒരു ഐഫോണാണ് ഐഫോൺ 12. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല ഫോണാണ്, പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ ഐഫോൺ 12 ഔട്ട്ഡേറ്റഡ് ആയി. അതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇപ്പോൾ 1 വർഷം 2 വർഷം കൊണ്ട് തീരും. ഡിസ്പ്ലേ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ക്യാമറാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറാസ് കുറച്ച് ശോകമാണ് ആൻഡ് ബാറ്ററി ലൈഫ് പരിതാപകരമാണ്. സോ ഐ വുഡ് സേ ഒരു ഷോ ഓഫിന് വേണ്ടി വില കുറച്ച് ഐഫോൺ എടുക്കുക എന്ന് പറഞ്ഞു പോലും ഐഫോൺ 12 പോയി എടുക്കണ്ട, വെറുതെ കാശ് നഷ്ടം. എന്നാൽ ഐഫോൺ 12 പിന്നെയും പോട്ടെ, പക്ഷേ ഒരിക്കലും വാങ്ങാതിരിക്കേണ്ട ഫോണാണ് ഐഫോൺ SE 3rd ജനറേഷൻ. ഔട്ട്ഡേറ്റഡ് ആയത് അതിൻ്റെ ഡിസ്പ്ലേ, പഴയ LCD ഡിസ്പ്ലേ, ബെസൽ, ടച്ച് ID, ബാറ്ററി തീരെയില്ല. ഇതിന് പകരം വേണമെങ്കിൽ ഐഫോൺ 16e നോക്കാം. ബട്ട് എഗെയിൻ ആ ഒരു പ്രൈസിന് ആ ഫോൺ ഒട്ടും വേർത്തല്ല. സോ ഭയങ്കരമായിട്ട് വില കുറയാണെങ്കിൽ മാത്രം നോക്കുക. പിന്നെ ഐഫോൺ 12 mini 13 mini എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അതിൻ്റെയൊക്കെ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് എനിക്കറിയില്ല. അതൊക്കെ കോമ്പാക്ട് ഐഫോൺ സൂപ്പറാണ്. ഇന്ന് കാലത്ത് സിലിക്കൺ കാർബൺ ബാറ്ററി വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ കിട്ടില്ലനായിട്ട് ഹിറ്റ് ആവേണ്ട ഒരു ഫോണാണ്. ബട്ട് പഴയ ആ ഒരു ബാറ്ററിയിൽ വെറുതെ പോയി ചാടും. ഇനി അതേപോലെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. എന്നാൽ ലേശം പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ഐഫോണാണ് 13 ആൻഡ് 14. സോ ഐഫോൺ 14 നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കാരണം ഐഫോൺ 13 വില കുറച്ച് കിട്ടുവാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഐഫോൺ 13 ഗ്രീൻ ലൈൻ ആൻഡ് സോഫ്റ്റ്വെയറിന് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് ഐഫോൺ 14 എടുക്കാൻ പറ്റുമെങ്കിൽ ഐഫോൺ 13 അവോയ്ഡ് ചെയ്യാം. സോ ഇറ്റ്സ് എ ഹിറ്റ് ഓർ എ മിസ്. എന്നാൽ 2025 പോയി ആരും ഐഫോൺ 10R എടുക്കരുത്. 5G പോലും ഇല്ല, ഔട്ട്ഡേറ്റഡ്. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഈ സെപ്റ്റംബറിൽ എന്തായാലും ഐഫോൺ 17 സീരീസ് ഇറങ്ങും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ 16 സീരീസിൻ്റെ വില കുറയും. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഐഫോൺ 16 ആൻഡ് 16 പ്ലസ് എടുക്കുവാണെങ്കിൽ ഐഫോൺ 16 അതാണ് അത്യാവശ്യം വാല്യൂ ഫോർ മണി. ബിക്കോസ് കഴിഞ്ഞ കുറച്ച് ഐഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ഇനി എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഐഫോൺ 12 യൂസറാണ്, 13 യൂസറാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 16 നല്ലൊരു ചോയ്സ് ആയിരിക്കും. 16 എടുത്തേ പറ്റൂ, കിട്ടില്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐഫോൺ 16 എടുക്കാം. അല്ലെങ്കിൽ ഐഫോൺ 15 അത് നല്ല വേർത്തി ആയിട്ടുള്ള ചോയ്സ് ആണ്. ക്യാമറ ലേഔട്ടിൻ്റെ ചെറിയൊരു മാറ്റവും ചെറിയൊരു ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സും ബ്രൈറ്റ്നസ് ലേശം മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ പോയിട്ടൊരു ഐഫോൺ 15 2025 എടുത്തു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല, നല്ല ചോയ്സ് ആണ്. അയ്യോ 60 ഹെർട്സ് ഡിസ്പ്ലേ, അതിപ്പോൾ 16 എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. 16 എടുത്താൽ നിങ്ങൾക്ക് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് കിട്ടും. ഐഫോൺ 15 അത് കിട്ടില്ല. ബട്ട് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഈവൻ ഞാൻ ഒരു 16 പ്രോ യൂസർ ആയിട്ട് പോലും ഇന്ന് വരെ അത് ഫുള്ളി ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, യു വിൽ നോട്ട് മിസ് എനിത്തിങ്.
Yes, coming to 16 Pro and Pro Max. 16 Pro and Pro Max മേടിക്കണമെന്ന് വെച്ചാൽ you have two options, 15 Pro, 15 Pro Max. Camera control, it's not a big deal. Apple Intelligence നിങ്ങൾക്ക് 15 Proയിലും കിട്ടും, 15 Pro Maxിലും കിട്ടും. And 15 Pro and 15 Pro Maxും നിങ്ങൾക്ക് ലോങ് ടേം യൂസ് ചെയ്യാം. അൺലെസ് നിങ്ങളൊരു ടെക് എന്തൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 16 Pro, 16 Pro Max കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് റേറ്റിൽ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് സമ്മറൈസ് ചെയ്യാം. ബെസ്റ്റ് ഓൾറൗണ്ടർ ഐഫോൺ 15, 15 പ്ലസ്. ബെസ്റ്റ് ബഡ്ജറ്റ് ഐഫോൺ 13, ഐഫോൺ 14. ബെസ്റ്റ് ലോങ് ടേം യൂസിന് മേടിക്കാൻ പറ്റുന്ന ഐഫോൺ 15 Pro. ക്യാമറയ്ക്ക് വേണ്ടി വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരു പ്രോ മോഡൽ ഐഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐഫോൺ 14 Pro Max. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്യാമറയ്ക്ക് വേണ്ടി വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരു പ്രോ ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 14 Pro. നിങ്ങളൊരു യൂട്യൂബറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്, ബിസിനസ് മാൻ ആണ്, ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള എന്നാൽ നല്ലപോലെ ബാറ്ററി നിൽക്കുന്ന ഹെവി ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഫോൺ വേണോ? ഐഫോൺ 15 Pro Max. ഐഫോൺ 12 അല്ലെങ്കിൽ 13 എന്നൊക്കെ ഒരു അപ്ഗ്രേഡ് ആണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐഫോൺ 16. അപ്പോൾ അത്രേ ഉള്ളൂ. ഏകദേശം കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.